അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് കേട്ടിട്ടില്ലേ? പറഞ്ഞു വരുന്നത് ഇടുക്കി മറയൂരിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കുറിച്ചാണ്. ചന്ദനക്കാടുകളിൽ നിന്ന് ചന്ദനമരങ്ങൾ മോഷണം പോയതിനെ തുടർന്ന് താൽക്കാലിക വാച്ചറെ മറയൂരിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ചു. മുഖത്തും ചെവിക്കും വയറിനും പരിക്കേറ്റ വാച്ചർ മാരിയപ്പനെ മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 9:30 നാച്ചുവയൽ ചന്ദന റിസർവിലെ കോഴിപ്പന്ന ഭാഗത്തു നിന്നും 4 ചന്ദനമരങ്ങൾ മോഷ്ടാക്കൾ മുറിച്ചു കടത്തിയത്. വനംവകുപ്പിലെ സ്ഥിരം ജീവനക്കാരായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്കും താൽക്കാലിക വാച്ചർക്കുമായിരുന്നു നിരീക്ഷണ ചുമതല. സംരക്ഷണ വേലിയുടെ പുറത്തുള്ള ഭാഗത്തായിരുന്നു മാരിയപ്പൻ ജോലി ചെയ്തിരുന്നത്. മരം മോഷണം പോയ വിവരമറിഞ്ഞെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ രാമകൃഷ്ണനും മറ്റൊരാളും ചേർന്നാണ് വാച്ചറായ മാരിയപ്പനെ ക്രൂരമായി മർദ്ദിച്ചത്. മുഖത്തടിയേറ്റ് ബോധരഹിതനായി നിലത്തു വീണതിനു ശേഷം എഴുന്നേറ്റപ്പോൾ വീണ്ടും മർദ്ദിക്കുകയും കയ്യിലുണ്ടായിരുന്ന ടോർച്ച് വാങ്ങി നിലത്തടിച്ച് നശിപ്പിച്ചതായും മാരിയപ്പൻ പറയുന്നു. എൻ്റെ അമ്മ ദൈവം എന്നെ കുണയ്ക്കുന്നു அப்படின்னு சொல்லி ചെവിയിൽ കൊണ്ട് എന്നെ അടിച്ച് നിലത്തെ നെഞ്ചിൽ കടിച്ച് തലക്കറക്കണം എന്നാ പറയണ എനിക്ക് ഒന്നും മനസ്സിൽ പുരിയാതെ. 14 വർഷമായി ചന്ദനമരങ്ങളുടെ സംരക്ഷണ ജോലി ചെയ്തു വരുന്നയാളാണ് മാരിയപ്പൻ. ചെവിക്ക് സാരമായി പരിക്കേറ്റതിനാൽ വിദഗ്ധ ചികിത്സ ആവശ്യമാണ്. ഒരാഴ്ച മുമ്പ് ഇതേ ഉദ്യോഗസ്ഥൻ രഞ്ജിത്ത് എന്ന വാച്ചറെയും മർദ്ദിച്ചതായി ജീവനക്കാർ പറയുന്നു. 1 മാസം മുഴുവൻ ജോലി ചെയ്താലും 24 ദിവസത്തെ വേതനം മാത്രമാണ് ഇവർക്ക് ലഭിക്കുക. 3-4 മാസം ഇത് മുടങ്ങാറുമുണ്ട്. വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെയും വന്യമൃഗങ്ങളെയും പ്രതികൂലമായ കാലാവസ്ഥയെയും അതിജീവിച്ച് വേണം ചന്ദന സംരക്ഷണം നടത്തുവാൻ. ആകെ ആശ്രയം മുളവടിയും ടോർച്ചും മാത്രമാണ്. സ്ഥിരം ജീവനക്കാരാകട്ടെ പെട്രോളിംഗ് നടത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിനൊപ്പമാണ് ഉദ്യോഗസ്ഥരുടെ പീഡനം കൂടി താൽക്കാലിക വാച്ചർമാർക്ക് നേരിടേണ്ടി വരുന്നത്. റിപ്പോർട്ടർ, ഇടുക്കി.